അയോധ്യ സംഭാവന കൊള്ളയിൽ നിർണായക ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് പ്രതികൾ പണം മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് കണ്ടെടുത്തത്. അതിനിടെ ചമ്പത് റായി, അനിൽ മിശ്ര, ഗോപാൽ റാവു തുടങ്ങിയവരെ SIT 7 മണിക്കൂർ ചോദ്യം ചെയ്തു. ചമ്പത് റായിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 45 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് പരിശോധിക്കാനായത്. ഇതിൽ നിന്നാണ് പ്രതികൾ പണം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെടുത്തത്. സംഭാവന എണ്ണുന്ന മുറിയിൽ നിന്ന് പണം കടത്തുന്നതിന് മുൻപ് വസ്ത്രത്തിനുള്ളിലും സോക്സിനുള്ളിലും ഒളിപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അറസ്റ്റിലായ 8 പേരിൽ 5 പേരും പണം മോഷ്ടിക്കുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. പ്രതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ഇതുവരെ 1 കോടിയിലധികം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായ 8 പേരിൽ 6 പേരെ വാരാണസി ആസ്ഥാനമായുള്ള സ്വകാര്യ ഏജൻസി മുഖേന SBI ആണ് ക്ഷേത്രത്തിലെ പണമെണ്ണുന്ന ജോലിക്ക് നിയോഗിച്ചിരുന്നത്. നിയമനവുമായി ബന്ധമില്ലെന്നും എന്താവശ്യത്തിന് ജീവനക്കാരെ നിയോഗിക്കുന്നു എന്നത് ബാങ്കാണ് തീരുമാനിക്കുന്നതെന്നും സൈനിക് സെക്യൂരിറ്റി ഏജൻസി വിശദീകരിച്ചു. അയോധ്യയിൽ തുടരുന്ന SITയും അന്വേഷണം ശക്തമാക്കുകയാണ്. ക്ഷേത്ര മുൻ ട്രസ്റ്റ് ചമ്പത് റായ്, ട്രസ്റ്റ് മുൻ അംഗം അനിൽ മിശ്ര, ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ഗോപാൽ റാവു എന്നിവരെ 7 മണിക്കൂർ SIT ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ കൊള്ളയിൽ പങ്കില്ലെന്നും പലരെയും വിശ്വസിച്ചു പോയതായും ചമ്പത് റായ് പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു. കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം RSSലും BJPയിലും ശക്തമാണെങ്കിലും SIT അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരുന്നു UP സർക്കാരിന്റെ തീരുമാനം. എന്നാൽ ഈ മാസം 21-ന് തുടങ്ങുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കൊള്ള പ്രതിപക്ഷം ആയുധമാക്കുമെന്നിരിക്കെ അതിനു മുൻപ് CBIക്ക് വിട്ടുള്ള തീരുമാനമുണ്ടാകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.